നമസ്കാരം, നല്ലതാണ്. എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്ന താടിയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നല്ല കട്ട താടി വരണമെന്ന്. ഒരുപാട് യൂട്യൂബിൽ വീഡിയോ നോക്കിയാൽ കാണാൻ സാധിക്കും. 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് കട്ട താടി വന്നുള്ള വീഡിയോയൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പലതും നോക്കി, ചുമ്മാ പലതിലും വെറുതെ തള്ളൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് കട്ട താടി വരും, അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മാർഗങ്ങൾ എന്താണ്, താടി വരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് B2 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ആവണക്കെണ്ണ യൂസ് ചെയ്താൽ താടി വരുമെന്ന്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താടി വരുമെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, കുറേ ആൾക്കാർ വരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സത്യാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഓയിൽസ് അവൈലബിൾ ആണ്. ചിലത് നല്ല ഓയിലായിരിക്കും, ചിലത് മോശമായ ഒരു ഓയിലുകളായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നും പ്യുവറായിട്ടുള്ള ഈ പറഞ്ഞ ഒറിജിനൽ ഓയിൽ ആയിരിക്കണമെന്നില്ല. അതായത് നമുക്ക് ഈ കിട്ടുന്ന എണ്ണ എത്രത്തോളം ഗുണനിലവാരം ഉണ്ടെന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം ആ ഒരു എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താടിക്ക് വളർച്ച കൂടുതൽ ഹെൽപ്ഫുൾ ആകുമെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര ഒന്നും അല്ലെങ്കിൽ പോലും നമുക്കൊരു ഒന്നിൻ്റെ കൂടെ ഒരു തള്ളുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ താടി അത്യാവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ഒന്ന് കട്ടി വെക്കുന്നത് തീർച്ചയായിട്ടും ഈ ആവണക്കെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്നതാണ്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ഒരു ഉപകാരമില്ല. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് ഒരു രോഗം പോലും ഇല്ലെങ്കിൽ എണ്ണ കുറേ വാരി വെച്ചാൽ വരുമെന്നുള്ള കാര്യത്തിലും എനിക്കും സംശയമാണ്. അപ്പം അതാണ് ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യം. പല വീഡിയോസും ഞാൻ കണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ഒന്നാമതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കട്ട താടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണ്ടൊരു കാര്യം വെച്ചാൽ ജനറ്റിക്കലായിട്ട്, അതായത് നമ്മുടെ പാരമ്പര്യം വേണം. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ നല്ല താടി ഉണ്ടെങ്കിൽ സ്വാഭാവികമാണ് നമുക്കിപ്പോൾ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് താടി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനിയിപ്പോൾ 15 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് താടി വന്നില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു 20-21 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ താടി വരുന്നത്. ചില ആൾക്കാർക്ക് 23 വയസ്സ് കഴിഞ്ഞും താടി വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 15 വയസ്സാകുമ്പോൾ എനിക്ക് കട്ട താടി വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കടന്ന കൈയായിപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം എനിക്കൊരു പയ്യൻ മെസ്സേജ് അയച്ചു, ചേട്ടാ ഈ താടിയിൽ എന്തോ സർജറി ചെയ്യുന്ന പരിപാടി കൊണ്ട് അത് ചെയ്താൽ കുഴപ്പമുണ്ട്. 17 വയസ്സൊക്കെയുള്ളതാണ്. ദൈവത്തോട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പോകരുത്. ആവശ്യമില്ലാതെ ഓവറായിട്ട് ഈ പറഞ്ഞ താടിയില്ല എന്നുള്ളതിനൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ താടിയുള്ളവർ നോക്കിയാലും അവർ ഗ്ലാമറൊക്കെ ഉള്ളവരാണ്, താടി ഇല്ലാത്തവരും സുന്ദരന്മാരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. താടി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേണം നിങ്ങൾക്ക് താടി വരില്ലെന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തെ ടെൻഷൻ, നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹെയർ ഗ്രോത്ത് കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പം പെട്ടെന്ന് താടി വരും. നമ്മുടെ ശരീരത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഹെയർ ഗ്രോത്ത് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഹോർമോൺ പ്രൊട്ടക്ഷൻ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും താടി വരൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചികിത്സയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, താടി വരാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മിനിമം ഒരു 23 വയസ്സ് വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. അതായത് താടി ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ആരും പിടിച്ച് തിന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ശേഷം മാത്രം നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോകാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് പേഷ്യൻസ് ആണ്. അതായത് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് താടി വളർന്നു വരികയുള്ളൂ, അല്ലെങ്കിൽ താടി കട്ടത്താടി ഉള്ളത്. ചില ആൾക്കാരുണ്ട് ജസ്റ്റ് കുറച്ച് താടി ഒന്ന് ആയിക്കുമ്പോഴത്തേക്കും വടിക്കുമ്പോൾ ഓടിപ്പോൾ ഷേവ് ചെയ്യും. അതായത് ചിലപ്പോൾ ഷേവ് ചെയ്താൽ ഗുണം ഇല്ലെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുതൽ വരാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പോലും നമ്മൾ ഈ താടി വരുന്നത് മൊത്തം പഠിച്ചു കഴിഞ്ഞ് ഓർത്ത് ഭയങ്കര കട്ടത്താടി വരാനായിട്ട് സഹായമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമ്മൾ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കളയാനൊക്കെ ആയിട്ട് ഷേവിങ്ങിന് അതിൻ്റെതായ ഗുണമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമുക്ക് താടി ഭയങ്കരമായിട്ട് വരാനായിട്ടൊന്നും ഇടയ്ക്കിടയ്ക്ക് ഷേവ് ചെയ്തു എന്നോർത്ത് അതൊരു കാരണമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ താടി കുറച്ച് വന്നു, അപ്പോഴത്തേക്കും ചെറിയ ചൊറിച്ചിൽ വന്നു, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഓടിപ്പോയി വടിച്ച് കളയാതെ ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ചെറിയ താടി വന്നു വെയിറ്റ് ചെയ്യുക. കുറച്ച് ഭംഗി കുറവായിരിക്കും, പിന്നെ കുറച്ച് വന്നു അപ്പോഴും ഭംഗി കുറവായിരിക്കും. നിങ്ങൾ നല്ലൊരു ക്ഷമയോടുകൂടി കാത്തുനിന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് 100% ഷുവറാണ്. നല്ല ബിയോടെക് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഓയിൽ പറയുകയാണെങ്കിൽ ബേൺഡിസേവ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബീഡ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരിതാണ്. ഇച്ചിരി വില കൂടും. ഏകദേശം ഈ ഒരു ബോട്ടിൽ തന്നെ ഏകദേശം 700 രൂപയോളം വരും. നമുക്കൊരു 3 മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളോട് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞതിന് ശേഷം ഈ ഓയിലെടുത്ത് നല്ല രീതിക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് റബ്ബ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം. നിങ്ങൾ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. അതിന് ശേഷം നിങ്ങൾ കഴുകി കളയുകയോ കുളിക്കുകയൊക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതുള്ളൂ. ഈ ഓയിൽ മേടിച്ച് ഉപയോഗിക്കണം ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തേക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ
ഞാൻ ഈ ഒരു ഓയിൽ പരിചയപ്പെടുത്തി പറഞ്ഞത് ഈ ഒരു ഓയിൽ മേടിച്ചിട്ട് നിങ്ങൾ തേച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ കിട്ടണമെന്നില്ല. ഓൾറെഡി എനിക്ക് ജെനറ്റിക്കലി അത്യാവശ്യം താടി കാര്യങ്ങൾ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ കൺഫേം പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നീട് യൂസ് ചെയ്യും. ഇവർ പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ കട്ടത്താടി വരുമെന്നൊക്കെയാണ്. എന്താണ് വലിയ മോശമല്ലാത്തൊരു റിസൾട്ട് ഉണ്ട് എന്നാണ് പറയാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ താടിയിലെ വളർച്ച. നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ഒരു താടിയിലെ വളർച്ച വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല ഓയിൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. പൊട്ട ഓയിലാണ് ഉപയോഗിക്കുന്നത്, റിസൾട്ട് കാണിക്കില്ല. അപ്പം നമ്മൾ ഈ കസ്റ്റാർഡ് ഓയിൽ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ടെമ്പറേച്ചർ കൂട്ടിയെടുക്കുന്നു. പല രീതിക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത് എങ്ങനെ ചെയ്തെടുക്കുന്നു എന്നനുസരിച്ചിരിക്കും ഇതിൻ്റെ റിസൾട്ട്. ഇപ്പം നിങ്ങൾ ചില എണ്ണയൊക്കെ മേടിച്ച് തേക്കുന്നതിന് പകരം നിങ്ങൾ ചുമ്മാ വെറുതെ പച്ചവെള്ളം തേക്കുന്നു, സെയിം റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പൊട്ട എണ്ണകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നല്ല ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ കയ്യിൽ താടി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ താടിയൊക്കെ വളരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഞാൻ താടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും ഇപ്പം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കൈ എപ്പോഴും ഇവിടെ താടിയിൽ ഇങ്ങനെ ചുമ്മാ താടിനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താടി വരുന്നതിന് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ച് എനിക്ക് താടിയില്ല അങ്ങനെ ഡിപ്രഷനിലേക്ക് കൊണ്ട് താടി വരുത്തേയില്ല. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ ഡിപ്രഷൻ കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. നിങ്ങളൊരു 3 മാസത്തിന് വേണ്ടി കഷ്ടപ്പെടണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് താടി ഇല്ലാത്തവരാണെങ്കിലും അത്യാവശ്യം നല്ലൊരു താടി വരുന്നതിന് കാരണമാകും. പിന്നെ ഒരുപാട് യൂട്യൂബിൽ അവിടെ ഹോം റെമഡീസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എണ്ണങ്ങൾ ഇടുന്ന കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകും, ചിലപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഓയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് ഇപ്പെടുത്താം. ഒരു എണ്ണയും മോശമാവില്ല. ഓരോ ആൾക്കാർക്കും ഓരോ രീതിക്കാണ് ഓരോ എണ്ണയും വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില പൊട്ട ഓയിൽ മേടിച്ചിട്ട് ഈ പറഞ്ഞ ആവർക്കണം ഒന്നും കൊള്ളില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടത്താടി വരുന്നുള്ള 100% പക്കയാണ്. ഇനി എന്തൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാൻ പഠിക്കണം. മറ്റൊരു കിട്ടില്ല വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്.